ഇന്ത്യയിലെന്നുള്ളതല്ല, ലോകത്ത് തന്നെ വേറെ ഇന്ത്യയിലല്ല വേറെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ തൂക്ക നേർച്ച നടക്കുന്നത് കൊല്ലംകോട്. 1500 2000 വരെ വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ തൂക്കം നടത്തുന്ന ഓരോ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെയാണ് തൂക്കം നടത്തുന്നത്. അപ്പൊ എനിക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ ആ കുഞ്ഞിനെ ഞാൻ തൂക്കം നടത്തും. അങ്ങനെ ഈ 1000 പേരോ 2000 പേരോ നടന്നിരുന്നാലും ഇത് നേർച്ച സഫലമായി ശേഷം കൊടുക്കുന്നതാണ് ഈ തൂക്കം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമസ്കാരം, കേരള കോളിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കളിയിക്കവിള എന്നുള്ള യാത്ര പാറശാല വഴി പാസ് ചെയ്യുമ്പോൾ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലവും കൊല്ലംകോട് ക്ഷേത്രവും കൊല്ലംകോട് തൂക്കവും കാണാതെ നമുക്കിവിടെ വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കൊല്ലംകോട് ക്ഷേത്രത്തിൽ ഞാനെത്തി. കൊല്ലംകോട് ക്ഷേത്ര പരിസരത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തൂക്ക മഹോത്സവം കൊണ്ട് പ്രശസ്തമായ മലയാള ഭാഷയിലെ ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും പ്രതിപാദിച്ചിട്ടുള്ള കൊല്ലംകോട് തൂക്കത്തെക്കുറിച്ച് അറിയാൻ ഞാനിതാ ഇവിടെ എത്തി. രേഖാപരമായി നേരത്തെ പറഞ്ഞു, ഇടയ്ക്ക് പറയും, നേരത്തെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ രേഖാപരമായി തമിഴ്നാട്ടിലാണെങ്കിലും മലയാളികളുടെ കൂടുതൽ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ്, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലംകോട് ദേവീക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം. ഇതിൻ്റെ പ്രവർത്തന രീതികളും ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ ആഘോഷങ്ങളും ഉത്ഭവവും ചരിത്രവും ഒക്കെ പറയാനായിട്ട് നമ്മുടെ ഇവിടെ സെക്രട്ടറി മോഹൻകുമാർ സാറുണ്ട്, മറ്റുള്ളവരുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് ഇന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞുതരും. നമുക്ക് കേൾക്കാം, അറിയാം. കൊല്ലംകോട് ഭദ്രകാളി മൂലക്ഷേത്രത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ശ്രീ മോഹൻകുമാർ സാറാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു 11 കുടുംബങ്ങളാണ് ഇതിൻ്റെ എല്ലാ വർഷവും ഇതിൻ്റെ ഭരണം നിർവഹിക്കുന്നത്. ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തർ. സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് സാറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, സെക്രട്ടറി ആയിരിക്കുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതറിയാത്ത മലയാളികളോ തമിഴോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായ തൂക്കം എന്ന ഒരു ആചാരം കൊണ്ടും അല്ലാതെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം പോലുള്ള? ഞാൻ 12 വർഷം കൊണ്ട് സെക്രട്ടറി ആയിരിക്കുന്നു എങ്കിലും ഒരു 10-40 വർഷത്തെ സേവന പരിചയം ഈ ക്ഷേത്രത്തിൽ വളരെ. അത് ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ഈ തൂക്കം മഹോത്സവം. തൂക്കം അങ്ങനെ ഇന്ത്യയിലെന്നുള്ളതല്ല, ലോകത്ത് തന്നെ വേറെ ഇന്ത്യയിലല്ല വേറെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ തൂക്ക നേർച്ച നടക്കുന്നത് കൊല്ലംകോട്. 1500-2000 വരെ വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ തൂക്കം നടത്തുന്ന ഓരോ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെയാണ് തൂക്കം നടത്തുന്നത്. അപ്പൊ എനിക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ ആ കുഞ്ഞിനെ ഞാൻ തൂക്കം നടത്തും. അങ്ങനെ ഈ 1000 പേരോ 2000 പേരോ നടന്നിരുന്നാലും ഇത് നേർച്ച സഫലമായി ശേഷം കൊടുക്കുന്നതാണ് ഈ തൂക്കം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വളരെ നമ്മള് ശാസ്ത്രത്തിനെ പോലും വെല്ലുന്ന രീതിയിൽ ഉള്ള തെളിവുകൾ ഉണ്ട്. 10-20 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൂക്കം നടത്താം എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ കുഞ്ഞ് ലഭിച്ച ഒരുപാട് തെളിവുകൾ. എല്ലാ വർഷവും മീനമാസത്തിൽ, മലയാള മാസം മീനമാസത്തിൽ ഭരണി നക്ഷത്രത്തിലാണ് തൂക്കം. മീനഭരണിയാണ് തൂക്ക മഹോത്സവം. അതിനും 10 ദിവസത്തിന് മുമ്പ് കൊടിയേറും. മീനച്ചൂടിലാണ് നടക്കുന്നത്. 10 ദിവസം ഉത്സവ പരിപാടികൾ. 4-ാം ഉത്സവത്തിന്റെ അന്നാണ് ഈ തൂക്കക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അത് 2 ദിവസത്തിന് മുമ്പേ തന്നെ ഇവര് വൈദ്യപരിശോധന നടത്തും. മെഡിക്കലി ഫിറ്റാണെന്ന് തെളിയിച്ച് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല ഹോസ്പിറ്റലുകളിൽ വിദഗ്ധരായ ഡോക്ടർ സംഘവും അവർ പാനൽ പരിശോധിക്കും. വെയിറ്റ്, ഹൈറ്റ്, ആരോഗ്യം, BP ഇതെല്ലാം പരിശോധിച്ച് ഫിറ്റ് എന്ന് സർട്ടിഫിക്കറ്റ് തന്നാല് തൂക്കത്തിന് ഉപയോഗിക്കും. അങ്ങനെ ഈ എല്ലാ ആൾക്കാരെയും പരിശോധന നടത്തി ഫിറ്റ് ആയതിനു ശേഷം നറുക്കെടുക്കും. 1500-2000 തൂക്കമൊക്കെ വരുന്നു. അപ്പോൾ റിയാലിറ്റി നിശ്ചയിക്കാൻ വേണ്ടി നറുക്കിട്ട് എടുത്തിട്ട് 1 മാസത്തിന് മുമ്പേ രജിസ്റ്റർ ചെയ്തിരുന്നാലും റിയാലിറ്റി നറുക്കെടുപ്പിലാണ്. ഈ നറുക്കെടുത്ത് കിട്ടുന്ന ഈ എല്ലാ തൂക്കക്കാരെ ഈ 4-ാം ഉത്സവം മുതൽ ക്ഷേത്രത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന വസ്ത്രം,
ആഹാരം നമ്മൾ പറയുന്ന ചിട്ട അനുസരിച്ച് ആ ക്ഷേത്രത്തിനകത്തേക്ക് കഴിയണം. രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൻ്റെ ചുറ്റും വന്ന് സൂര്യ നമസ്കാരം, 3 വലയം തുടങ്ങി സൂര്യ നമസ്കാരം അവസാനിക്കുമ്പോൾ 21 വലയം അവസാന ദിവസം രാവിലെയും വൈകുന്നേരം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് അതവിടെ ഉത്സവത്തിന്റെ അന്ന് രാവിലെ വൈകുന്നേരം ഇവിടുന്ന് എഴുന്നള്ളി ആ ഉത്സവ ക്ഷേത്രത്തിൽ പോവും. അവിടെ കൊടിയേറും. അവിടെയാണ് ഒരു ഫംഗ്ഷൻ. ഈ 10 ദിവസത്തേക്കും താൽക്കാലികമായിട്ടുള്ള എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് 6-7 ലക്ഷം ആൾക്കാർ ആ തൂക്ക ദിവസം കൂടി. അവർ വന്നാലുള്ള എല്ലാ സൗകര്യങ്ങളും, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും തമിഴ്നാട് ഗവൺമെന്റും കൂടി സഹകരിച്ച് ആണ് ഇതെല്ലാം നടന്നു പോകുന്നത്. ജനങ്ങളുടെയും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെന്നോ മുസൽമാനെന്നോ അങ്ങനെ ഹിന്ദുക്കൾ മാത്രമെന്നോ അങ്ങനെയില്ല. എല്ലാ മതവിഭാഗക്കാരും പങ്കുകൊള്ളുന്ന ഒരേ ഒരു ഉത്സവം കൊല്ലംകോട് തൂക്കം. അവിടെ എല്ലാ ഫംഗ്ഷനും നേരത്തെ നടത്താനും മുസ്ലിംസ് വരെ ഉണ്ടാകും. പൂജ അത് പണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഇവിടെ കൊല്ലംകോടാണല്ലേ. പൂജാരിയും കൊല്ലം സമുദായത്തിൽ അങ്ങനെ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. കൊല്ല സമുദായത്തിൽ നിന്നുള്ളവരാണ് ഇപ്പോഴും പരമ്പരാഗതമായിട്ട് അവരുടെ സമുദായത്തിലുള്ള ആൾക്കാരാണ്. അത് തന്നെ ഒരു വിപ്ലവമല്ലേ? വിപ്ലവം, അതെ, വലിയ വിപ്ലവം. ബ്രാഹ്മണർ മാത്രം കൈയടക്കി വെച്ചിരുന്ന ഒരു പൂജാതന്ത്ര വിധികളൊക്കെ ഭരണം അവരാണ് ഇതിന്റെ ഉത്ഭവക്കാരി എങ്കിലും ഇതിന്റെ ഭരണം വന്നിട്ട് കൊല്ലംകോട്ടുള്ള 11 നായർ കുടുംബക്കാർ, പഴയ കുടുംബക്കാർ. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നായർ സമുദായം. ഇപ്പം പല ഭാഗത്തായിട്ട് രാജ്യത്തിന്റെ പല ഭാഗത്തുമായിട്ട് പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ എൻ്റെ ഫാമിലിയിൽ 2000 വോട്ടേഴ്സ് ഉണ്ട്. എൻ്റെ വലിയ വീടെന്നാണ് എൻ്റെ ഫാമിലിയുടെ കുടുംബത്തിന്റെ പേര്. വലിയ വീടാണ്. ഇത്രയും ആൾക്കാർ അത് വോട്ട് ചെയ്താണ്. മത്സരം ഭയങ്കര ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകും. ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെ വെച്ചായിരിക്കും ഇലക്ഷൻ നടത്തുന്നത്. അതിൽ 11 പേരെടുക്കും. 11 പേരിൽ ഒരാളിന് അങ്ങനെ ആണ് ഞാൻ ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് തുടരുന്നത്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കിക്കൊണ്ടുപോകുന്നു. സമയം ചെലവഴിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു സമയവും ഈ ക്ഷേത്രത്തിന് വേണ്ടി തൊഴിലുണ്ട്. അതെല്ലാം എൻ്റെ ബാക്കിയോട് നൽകും. ഞാൻ ഇവിടത്തേക്ക് വേണ്ടി ഇപ്പോഴത്തെ മണി എത്ര 1 മണിയായി. ഞാനിപ്പോൾ ഇവിടെ ഓഫീസിലേക്ക് ദേവസ്വത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ നാൾ കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും ഇതുപോലെ തൂക്കത്തിൻ്റെ നേർച്ചകളുടെ എണ്ണം കൂടുന്നു, വരുന്നവരുടെ ആളുകൾ കൂടുന്നു. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിനെ മാത്രം വിശ്വസിക്കുന്നതിൻ്റെ അല്ല, അതിനപ്പുറം ഒരു പ്രകൃതിയെയോ അല്ല ദൈവത്തിനെയോ ചില മൂല്യങ്ങളെയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന അതിനെ ആരാധിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുന്നു എന്നുള്ളതിനാണ് തെളിവാണ്. നമ്മളിനി അതായത് ഞാനൊരു 80 കാലഘട്ടങ്ങളിൽ ഒരു 700 തൂക്കമുണ്ടായിരുന്നു. ഇപ്പോഴത് 1700, 800 വരെ വന്നിട്ടുണ്ട്. അപ്പം ഈ അതിൻ്റെ അത്തരമാണ്. അതുകൊണ്ട് തന്നെ തിരക്ക്. ഇപ്പോൾ ഒരു 7 ലക്ഷം, കഴിഞ്ഞ വർഷമൊക്കെ 7 ലക്ഷം പേരാണ് ഒരൊറ്റ ദിവസം കൂടി. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ദിവസം സന്ദർശിക്കുന്ന ക്ഷേത്രം ഇതായിരുന്നു. ഈ ക്ഷേത്രത്തിൽ 4 സൈഡിൽ കൂടി ആൾക്കാരുണ്ട്. അപ്പൊ ഈ ആള് വന്ന് പോയിക്കൊണ്ടിരിക്കും. എന്നാലും അതിന്റെ അകത്ത് നിൽക്കാൻ തന്നെ പേടിയായിരിക്കും. ആ തിരക്കിന്റെ ഭയങ്കര തിരക്കാണ്. അതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഇല്ല. പോലീസ് ഇവിടുത്തെ ആളുകൾ ഇവിടെ ഇപ്പം ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. എല്ലാ ദിവസവും ആര് വന്നാലും ഞങ്ങളിപ്പോൾ കഴിച്ചു. എല്ലാ ദിവസവും എത്ര പേര് വന്നാലും ഉച്ച ഭക്ഷണം കൊടുത്തേ. അത് വർഷങ്ങളായിട്ട് തുടരുന്നു. അതുപോലെ തന്നെ അവിടെ ഉത്സവത്തിനും 10,000-കണക്കിന് ആളുകൾ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ കൊല്ലംകോട് എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഈ നാടിനും അതിൻ്റെതായ ഒരു പ്രാധാന്യവും തൂക്കത്തിൻ്റെ പേര് തന്നെയാണ്. കൊല്ലംകോട് എന്നുള്ള പേര് വന്നത് ഈ കൊല്ലൻ ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ പറയപ്പെടുന്നു. കൊല്ലന്മാരും ഇതുമായി കൊല്ലംകോടൊക്കെ ബന്ധമുണ്ടെങ്കിൽ കൊല്ലംകോട് എന്ന പേര് കൊല്ലന്മാരുടെ ഇതുകൊണ്ടല്ല. പഴയ തിരുവിതാംകൂർ രാജ കുടുംബമായിട്ടൊരു കണക്ഷനൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ക്ഷേത്രം വൃശ്ചിക ചിറപ്പ്, ഈ വൃശ്ചിക ചിറപ്പ് പൂജ നടത്തുമ്പോൾ ആദ്യത്തെ ചിറപ്പ് കൊട്ടാരമയാണ്.
അപ്പോൾ അത് അന്നത്തെ വില്ലേജ് ഓഫീസറാണ് നടത്തുന്നത്. ഓ അപ്പം ഈ രാജഭരണമൊക്കെ പോയി അടുത്ത അവസാനമായിട്ട് ഇവിടെ ആരാണോ വില്ലേജ് ഓഫീസറായിരുന്നു ആ വില്ലേജ് ഓഫീസർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അവരുടെ വില്ലേജ് ഓഫീസറുടെ പിൻഗാമിയിൽ ആ ആദ്യത്തെ ചിറപ്പ് നടത്തും. അതെ അതെ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും ഈ ഉത്തരവാദിത്തം അതിൻ്റെ മേലോട്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രശസ്തി, അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള വിശ്വാസികളുടെ എണ്ണവും കൂടുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകട്ടെ. ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞ് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. എൻ്റെ ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇതിനു മുമ്പ് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തായാലും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഒന്ന് കയറണമെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ബന്ധം ക്ഷേത്രമായിട്ടുണ്ട്. അത് ഉത്സവകാലം ഇപ്രാവശ്യം ഏപ്രിൽ 1 കൂടിയായിരുന്നു. 10 തൂക്കം. ഇതിനിടയ്ക്ക് വരാൻ കാണാൻ പറ്റും. അതാണ് ക്ഷേത്രങ്ങളിലെ എല്ലാം ഒരു പ്രത്യേകതയാണ്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ചടങ്ങാണ്.